കാലടിയിൽ നടന്ന ഇരട്ടകളുടെ സംഗമം വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായി. ഓൾ കേരള ട്വിൻസ് കമ്മ്യൂണിക്കേഷന്റെ വാട്സാപ്പ് ഗ്രൂപ്പാണ് സംഗമത്തിന് വേദിയൊരുക്കിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 48 കുടുംബങ്ങളിലെ ഇരട്ടകൾ സംഗമത്തിൽ പങ്കെടുത്തു. ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പാണ് ഇത്തരമൊരു സംഗമത്തിന് വേദിയൊരുക്കുന്നത്. കാലടിയിലെ അഗതി മന്ദിരമായ സായി ശങ്കര കേന്ദ്രത്തിലാണ് ഇവർ ഒത്തുകൂടിയത്. നമ്മളൊരു 48 അംഗങ്ങളെ ജോഡികളെ പങ്കെടുപ്പിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങിയത്. ഫെബ്രുവരി മുതൽ നമ്മൾ ഒത്തൊരുമിട്ടാണ് നമ്മൾ ഏപ്രിൽ ഇത്ര ഒരു സംഗമം ക്രിയേറ്റ് ചെയ്തത്. അത് അഡ്മിൻസിൽ ഒത്തിരി പേരുടെ പ്രയത്നങ്ങളുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. ഞങ്ങൾ ലേഡീസ് കൂടാതെ ജെൻസിൽ തന്നെ 2-3 പേര് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്രയും ആൾക്കാർ കൂട്ടിയത്. പിന്നെ നമുക്കൊരു മീറ്റപ്പ് മാത്രമല്ല ഉദ്ദേശിച്ചത്, ഒരു ചാരിറ്റി, ഒരു സഹായം, ഒരു അന്നദാനം, അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി മനസ്സിൽ വന്നതുകൂടി നമ്മൾ തിരഞ്ഞെടുത്ത് കാലടിയിൽ ഇവിടെ വരികയായിരുന്നു. അങ്ങനെ ഈ അമ്മമാരെ അച്ഛന്മാരെ എടുത്ത് അവർക്കൊരു വിസ്മയമാവട്ടെ, സന്തോഷമാവട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഞങ്ങൾ ഒത്തുകൂടുകയായിരുന്നു. വളരെ സന്തോഷം. അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കായി ഇവർ ഒരു ദിവസം മാറ്റിവെക്കുകയും ചെയ്തു. കൊല്ലം സ്വദേശികളായ നൈനികയും നീതികയുമായിരുന്നു ഇരട്ടകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞവർ. ഇരട്ടകളെ കൂടാതെ ഒറ്റപ്രസവത്തിൽ ജനിച്ച 3 പേരടങ്ങുന്നവരും സംഗമത്തിൽ ഉണ്ടായിരുന്നു. ജനം, കൊച്ചി.